മാഫിയ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ട അഭിലാഷ് ഡേവിഡ് എന്ന CI ആണ് പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ MP. പല ഭാഗത്തായി വന്ന് ഒരാൾ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ ആരോപിച്ചു. CPM ഗുണ്ടയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആരോപണം അഭിലാഷ് ഡേവിഡ് നിഷേധിച്ചു. ഷാഫി ഉണ്ടായിരുന്ന സ്ഥലത്തല്ല തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നതെന്ന് അഭിലാഷ് മീഡിയ വണ്ണോട് പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത, ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് under suspension for being in touch with land mafia was dismissed over lapse in a rape case while he was posted as inspector at Srigaryam station. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് വാർത്തയാണ്. ഇനി അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വടകര കൺട്രോൾ റൂമിലെ CI ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിംഗിന്റെ വിവരം. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിംഗിന്റെ താഴെ കാണുന്നില്ല. ഫോട്ടോയുടെ കോളം ബ്ലാങ്കാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ SFI ബന്ധം എന്ന് മാത്രമല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ, സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് നിരന്തരം ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്നൊരാൾ, ഇവരെ സംരക്ഷിക്കുകയാണ്. പുറത്തെ ഗുണ്ടകളെയും അകത്തെ ഗുണ്ടകളെയും സംരക്ഷകനായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങൾ തന്നെയാണോ മർദ്ദിച്ചത് ആ സമയത്ത്? അന്ന് ബസ് സ്റ്റാൻഡിലായിരുന്നു. ഈ UDF ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇവര് ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് മർദ്ദിച്ച എന്ന് പറയുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ ഭാഗത്ത് UDF പിന്നെ ഈ സസ്പെൻഷൻ ആയിരുന്നു ശരിക്കും പുറത്താക്കലായിരുന്നു. പുറത്താക്കി വന്ന് വാർത്ത എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. ഇത് എപ്പോഴായിരുന്നു സസ്പെൻഷൻ നടപടി? എത്ര നാളുണ്ടായിരുന്നു? 22 മാസം. അത് നേരെ വടകരയിലേക്ക് തന്നെയാണോ വന്നത്? ഈ CPM ബന്ധം ഉണ്ടായിരുന്നു, CPM ഗുണ്ടയാണെന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നത് വാർത്താ സമ്മേളനത്തിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, വളരെ രൂക്ഷ വിമർശനമാണ് ഷാഫി പറമ്പിൽ MP CI അഭിലാഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ മാഫിയ ബന്ധം ഉണ്ടായതുകൊണ്ട് നടപടി നേരിട്ടയാളാണ്. അത്ര അടുപ്പമാണോ പാർട്ടിയുമായി CIക്കുള്ളത്? ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അതിലെ വസ്തുത എന്താണ്? ഷാഫി പറമ്പിൽ ഈ പേരാമ്പ്രയിൽ അക്രമ സംഭവം ഉണ്ടായി മർദ്ദനമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് മാധ്യമങ്ങൾ കണ്ടത്. വളരെ വിശദമായി വീഡിയോ ക്ലിപ്പിങ്ങുകൾ കാണിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതിലൂടെ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഒന്ന്, അവിടെ ഒരു സംഘർഷം ഉണ്ടായതിനു ശേഷം പോലീസ് ആക്ഷൻ ഉണ്ടായതല്ല. പോലീസ് ആസൂത്രിതമായി അവിടെ അക്രമം ഉണ്ടാക്കുകയായിരുന്നു. നേരത്തെ SP തന്നെ പറഞ്ഞതുപോലെ ലാത്തി ചാർജിനോ മറ്റൊന്നും പോലീസ് നേരിട്ടില്ല. അതേസമയം ചില ആൾക്കാർ വളരെ കൃത്യമായി തന്നെ അവിടെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിനെ ആക്രമിച്ച ഒരു പോലീസുകാരൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് 3 തവണ പല സ്ഥലങ്ങളിലായി മാറി നിന്നുകൊണ്ട് 3 തവണ തന്നെ അടിച്ചതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹം ആ വീഡിയോ വെച്ച് പറയുന്നുണ്ട്. അത് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന താമരശ്ശേരി കൺട്രോൾ റൂമിലെ CI ആണ്. അദ്ദേഹം നേരത്തെ സസ്പെൻഷൻ നേരിട്ട ആളാണ്. പുറത്താക്കിയെന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത വന്ന ആളാണ്. അതേസമയം സസ്പെൻഷനിലായിരുന്നു എന്നാണ് അത് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആ അർത്ഥത്തിൽ മാഫിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പുറത്താക്കപ്പെടുകയും സസ്പെൻഷനാക്കപ്പെടുകയും പിന്നീട് CPMമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുക്കപ്പെടുകയും അതിനുശേഷം CPMന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരാളായി ഈ ഉദ്യോഗസ്ഥന് മാറി എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് സർവീസിലേക്ക് തിരിച്ചെത്തിയത്? സസ്പെൻഷൻ പുറത്താക്കി എന്നുള്ള വാർത്തകൾ വന്നു എന്ന് മാത്രമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. സസ്പെൻഷനിലായിരുന്നു, രേഖ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ടും ആഭ്യന്തര വകുപ്പായിട്ടും അന്വേഷിക്കുമ്പോൾ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു, 22 മാസം സസ്പെൻഷനിലായിരുന്നു. പിന്നീട് അതിന്റെ ഹിയറിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചെടുത്ത് ആകെ നേരിട്ട് വരുന്നത് തന്നെ വടകരയിലേക്കാണ് വരുന്നത്. തിരുവനന്തപുരത്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, വടകരയിലേക്കാണ് വന്നത്. ഒന്ന്, ആ ഉദ്യോഗസ്ഥനാണ് ഷാഫി പറമ്പിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അർത്ഥത്തിൽ CPMന്റെ നിയന്ത്രണത്തിൽ ചില ഉദ്യോഗസ്ഥരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. 2, അവിടെ ഈ
ലാത്തിച്ചാർജ് തന്നെ മർദ്ദിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പിന്നെ ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രയോഗിക്കുന്നത്. അതായത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമല്ല ലാത്തിച്ചാർജിലേക്കോ അടിയിലേക്കോ പോകുന്നത്. പകരം ചില പോലീസുകാർ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. മാത്രമല്ല അവിടെ സ്ഫോടക വസ്തു UDF-ന്റെ പ്രവർത്തകർ എറിഞ്ഞുള്ള ആരോപണത്തെയും അദ്ദേഹം തള്ളി. DYSPക്ക് പരിക്കേറ്റത് DYSP തന്നെ കയ്യിൽ ഗ്രനേഡ് വെച്ചുകൊണ്ട് തന്നെ പിന്നെ ലാത്തി അടിക്കുന്ന ദൃശ്യങ്ങളും ഷാഫി അതിൽ കാണിച്ചു. അങ്ങനെ രണ്ടും ഒരേ സമയം ചെയ്തപ്പോൾ കയ്യിൽ നിന്ന് വീഴുന്ന് പൊട്ടിയതാകാമെന്നാണ് ഷാഫി പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും CPM-ന്റെ ഒരു പിന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചില പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു മനഃപൂർവ്വം അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന് കാരണം ഈ കൊള്ള ഉൾപ്പെടെയുള്ള വാർത്തകളിൽ നിന്ന് കാര്യങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇത് രാഷ്ട്രീയമായി ഉയർത്താൻ മാത്രമാണോ, നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണോ MP ഉള്ളത്? കാരണം തെളിവുകൾ കയ്യിലുണ്ട്, ഡ്യൂട്ടി അവിടെ അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. ഫോട്ടോ മാത്രമല്ലേ, സ്റ്റില്ല് മാത്രമല്ലേ എന്നൊക്കെ CI ചോദിക്കുന്നുമുണ്ട്. ആ രീതിയിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? നടപടിക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ ആരോപണം പൂർണ്ണമായി നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഈ UDF പ്രവർത്തകർ ഇന്ന ഭാഗത്തല്ല, ബസ് സ്റ്റാൻഡിലായിരുന്നു തനിക്ക് ഡ്യൂട്ടി. പോലീസുകാരെന്ന നിലയിൽ എവിടെയാണ് ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്, അവിടെ മാത്രമേ നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് താൻ അവിടെ പോയി മർദ്ദിച്ചു എന്നുള്ള ആരോപണം തള്ളിക്കളയുന്നു. മാത്രമല്ല ആ വീഡിയോയിൽ മാത്രമാണ് കാണിക്കുന്നത്, സ്റ്റില്ലിൽ മാത്രമാണ് തന്റെ പടം കാണിക്കുന്നത്, വീഡിയോയിൽ കാണിക്കുന്നത് താനല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നിയമ നടപടികളുടെ സാധ്യത വെച്ചാൽ ഇപ്പോൾ പാർലമെന്റിൽ പിന്നെ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. ഈ